ഷുൺമൂൺ കൺട്രി പാർക്ക്. ഇതേ പറ്റി എല്ലാവരും കുറേ നാളായില്ല കണ്ടിട്ട് കിട്ടികളെ സുഖമെല്ലാവർക്കും. അപ്പം നമ്മൾ വന്നേക്കണ സ്ഥലമാട്ടാ ഷുൺമൂൺ കൺട്രി പാർക്ക്. സംഗതി ഇവിടെ പാർക്ക് എന്നൊക്കെ കണ്ടാൽ ഞാനിവിടെ പാർക്കൊന്നും കണ്ടില്ല കേട്ടോ. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. എന്തായാലും ഞാനിവിടെ കണ്ടില്ല. എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമ്മൾ വന്നത് പാർക്ക് കാണാനല്ല. അപ്പം നമ്മൾ വന്ന സ്ഥലത്തേക്ക് നമുക്ക് പോവാം. അതൊരു സസ്പെൻസായിട്ട് അവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം ഒരു ഡാമിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അകലെ നിന്ന് കണ്ടപ്പോൾ ഇത് ഡാമാണെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് ഡാമല്ല കേട്ടോ. പക്ഷേ ഇവിടെ ഒരു ഡാമുണ്ട്. ഇതൊരു മലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ വഴിയൊക്കെ ഇങ്ങനെ വെട്ടി നല്ല എന്താ പറയുക, നല്ല അടിപൊളിയാക്കി വെച്ചേക്കും. ഇത് ഡാമല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഡാം. ഇവിടെ നിന്നാൽ കാണാം, പക്ഷേ വീഡിയോയിൽ അത് കാണുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബാർബിക്യൂ സെറ്റപ്പൊക്കെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ആർക്കെങ്കിലും ഇവിടെ ഒന്ന് താമസിക്കുകയും സുഖമായിട്ട് ഇങ്ങോട്ട് വരാം, ഇവിടെ താമസിക്കാം, രാത്രി സ്റ്റേ ചെയ്യാം. വല്ല ബാർബിക്യൂ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ചില്ലടിക്കാട്ടാ. ചില്ല് ചെയ്യാന്ന് മനസ്സിലായാ? അപ്പോൾ എന്തായാലും ഇവിടുത്തെ സമയം വേസ്റ്റ് ആക്കണില്ല. നമ്മൾ ഇതേ അതങ്ങോട്ട് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ഇതൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും എയറോപ്ലെയിനോ കാറോ ബസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവാം, വണ്ടിയും കൊണ്ട് പോവാം. നമുക്കിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതേ നടന്ന് ഈ ഷോർട്ട് കട്ട് വഴി നടന്ന് പോവാണ്. പിന്നെ പോണ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല നല്ല വ്യൂ ആണ്. നമ്മൾ വിചാരിക്കും ഓരോ സ്ഥലത്തെത്തുമ്പോൾ വിചാരിക്കും ഇത് അടിപൊളിയാണല്ലോ, ഇവിടെ നിന്ന് കുറച്ച് വീഡിയോ എടുക്കാമെന്ന്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വേറെ സ്ഥലത്തെത്തുമ്പോൾ ഇത് അതിലും രസമുണ്ടല്ലോ, അങ്ങനെ വീഡിയോ എടുത്ത് പോവാം. അങ്ങനെ ദേഷ്യം വന്ന് വീഡിയോ എടുക്കുന്നത് നിർത്തി. ഇപ്പോൾ എന്താ പറയുക, അങ്ങോട്ട് പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ എത്തിയ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ അതേ വീണ്ടും ഒരു സ്ഥലം, ബാർബിക്യൂ പ്ലേസ് കണ്ട. ഇവിടെയും നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യം, ബാത്റൂം ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. അങ്ങനെ കാറും ബസ്സും ഒക്കെ ഉള്ളവർക്ക് ഇവിടെ വരാം, ഇതിലേ ഇങ്ങോട്ട് വരാട്ടാ. പിന്നെ നമ്മൾ നടന്ന് നമ്മൾ ഒരു ഡാമിൻ്റെ മുകളിലെത്തി. ഇതാണ് ഡാം. വലിയ ഡാമെന്നൊന്നും പറയാനില്ല, നമ്മളെ എന്താ പറയുക, ഒരു ചെറിയൊരു ഡാം, മനസ്സിലായ? പക്ഷെ സംഗതി നല്ല വ്യൂ ആട്ടാ. സംഗതി ചെറുതായാലും വ്യൂ അതൊരു രക്ഷയിട മോനെ. അപാര വ്യൂ ആണ്. ഒരു സൈഡ് നോക്കിയത് മലയുടെ മുകളിൽ നിന്നുള്ളൊരു മലയും രണ്ട് സൈഡിൽ കൂടെയും ഉള്ള എന്താ പറയുക, എനിക്ക് പെട്ടെന്ന് എനിക്ക് ആ കുറത്തി നമ്മുടെ ഇടുക്കി, മനസ്സിലായില്ലേ, അവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്. ഇടുക്കി ഡാം കണ്ടവർക്കറിയാം. അതായത് ചെറുതോണി ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ഉണ്ട്. ശരിക്കും എനിക്കിത് അങ്ങനെയാണ് വന്നത്, ഒരു തോന്നിയിട്ടാണ് ഇത്. പിന്നെ നമ്മളത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അപ്പുറത്തൊരു ഇത് കണ്ടല്ലോ, അവിടെയാണ് നമ്മൾ കുറച്ച് നേരത്തെ നിന്നുണ്ടായിരുന്നത്. കണ്ട, അവിടെ നിന്നാണ് കറങ്ങി തിരിച്ച് ഇവിടെ വന്നത്. നിസ്സാര വഴിയൊന്നുമല്ല, അത്യാവശ്യം വഴിയുണ്ടിട്ടാണ്. പിന്നെ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് നേരം വീഡിയോയ്ക്ക് ഒന്ന് പോസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ വീഡിയോയ്ക്ക് പോസ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഡാമിൻ്റെ മുകളിൽ കൂടെ ഒന്ന് നടന്നിട്ട് നമുക്ക് തിരിച്ചു വരണം. നമുക്ക് പോകേണ്ട വഴി ഇത് ക്രോസ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് പോകേണ്ടത് വേറെ വഴിക്കാണ്. ഇതിപ്പോൾ എന്തിട്ടപ്പോൾ ഇത് പുട്ടുംകുറ്റി പോലെ എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് എന്തൊരു സംഗതി എന്ന് മനസ്സിലാവില്ല. സംഗതി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കാരണം ആ ഡാമിൻ്റെ സെൻറ്ററിനോട് കൂടിയിട്ട് ചേർന്നിട്ട് ഒരു പുട്ടുംകുറ്റി പോലെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ചെറിയ ബ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. സംഗതി നല്ല രസമായിട്ട്. പക്ഷെ അത് എന്തൊരു സംഗതി നമുക്ക് നോക്കിയിട്ട് വരാം, മനസ്സിലായ? ഇവിടെ വന്നിട്ട് നോക്കിയില്ലെങ്കിൽ മോശമല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിനെപ്പറ്റിയൊരു തീരുമാനമായിട്ടാ അവിടെ എഴുതി വെച്ചേക്കുന്നത് വാട്ടർ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് എഴുതി വെച്ചേക്കണേ. അപ്പോൾ മനസ്സിലായില്ലേ കാര്യം എന്തിട്ടാന്ന്? ഇതാണ് കാര്യം. അപ്പോൾ സംഗതി എന്തായാലും രസമായിട്ടില്ലേ അങ്ങനെ നിൽക്കണ കാണാൻ. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. അതിൻ്റെ ഇപ്പുറത്തൊരു സാധനമുണ്ട്, ഒരു സ്നേഹമുതൽ പോലൊരു സാധനം കാണണ്ട. അതെന്തിട്ടാ നോക്കാം. സംഗതി അത് നോക്കിയിട്ട് ഒരു പിടുത്തം കിട്ടണില്ല. ഇതിപ്പോൾ ഇത് മീൻ കൃഷി നടത്താനാണോ അതെന്താണോ ഒന്നും അറിയില്ല. കാരണം വെള്ളമായിട്ട് അതൊരു ടച്ച് ചെയ്യണില്ല, അതിങ്ങനെ നിൽക്കേണ്ടത് എന്താ സംഗതി എന്ന് ആലോചിച്ചിട്ടൊരു എട്ടും പിടിയും കിട്ടണില്ല. എന്നാലും ഇതെന്തായിരിക്കും, എന്താ ഇതിൻ്റെ ഉദ്ദേശം? നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെയുള്ള ലോക്കൽസ് നിൽക്കുന്നുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. ലോക്കൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ നട്ടാ ഉദ്ദേശിച്ച് വേറെ ഒന്നല്ല. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചപ്പോഴേ അവർക്ക് മലയാളം അറിയില്ലയെന്ന്. എന്താ ചെയ്യുക, മലയാളം അറിയാത്ത ആൾക്കാരാ, വല്ലാത്ത ജാതി. എന്തായാലും ഒരു കാര്യം ചെയ്യാം, അതവിടെ കേട്ടെ. അപ്പോൾ നമ്മൾ അത് ആലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് നിൽക്കലുണ്ടാവുള്ളൂ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് വഴി പോവാണ്ട്. എന്നാലും എന്തായിരിക്കും ആ സ്നേഹം അതിലല്ലേ? അപ്പോൾ നമുക്കിനി സ്റ്റെപ്പാണ് ഇറങ്ങാനുള്ളത്. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. സ്റ്റെപ്പൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. അത് ഇനി
നമുക്ക് ഇതിലെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു 1/2 മീറ്റർ വലുപ്പത്തിൽ ആണ്. നോക്കി നടന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പപ്പു ചേട്ടൻ പറഞ്ഞ പോലെ ഇരിക്കും. ഒന്നാമത് നല്ല മഴയായിരുന്നു, കുറച്ച് ദിവസങ്ങളായിട്ട് 10-12 ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ ആകെ സ്ലിപ്പി ആയിട്ടാണ് കിടക്കണേ. നോക്കി നടന്നില്ലെങ്കിൽ പപ്പു ചേട്ടൻ പറഞ്ഞ പോലെ ഇരിക്കും. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോണ വഴിക്ക് കണ്ട കാഴ്ചയാണ്. നമ്മൾ പോണത് ശരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളൊന്നും ആയിട്ടില്ല, ഇനിയും ഒരുപാട് നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. കണ്ട പോണ വഴിക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇട്ടിട്ടാ. ഓ വല്ലാത്ത ജാതി. എന്നാലും ഞാൻ അതെല്ലാം ആലോചിക്കണം, എന്നാലും എന്തിട്ടായിരിക്കും ആ സ്നേഹം അതുപോലെ അവിടെ പണിത് വെച്ചിട്ടുണ്ടാവല്ലേ. ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ നടന്ന് നമ്മുടെ ഒന്നാമത്തെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ സ്പോട്ട്. ഇവിടെ നമ്മുടെ അതിരപ്പള്ളിയെ അതിശയിപ്പിക്കും വിധം വളരെ വലിയൊരു വാട്ടർഫോൾസാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഒന്നാമത്തെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ഉണ്ടല്ല, ഒരു രക്ഷയില്ല കേട്ടോ. അസാധ്യ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ വ്യൂ, ഒന്നും പറയാനില്ല. ഓക്കെ, ഇവിടെ നിന്ന് എന്താ പറയുക, വീഡിയോ എടുത്തിട്ട് മതിയാവില്ല എന്ന് പറയാം. അമ്മാതിരി വ്യൂ. കണ്ട ഇങ്ങനെ നോക്കിയ വ്യൂ. പക്ഷെ നമുക്കിവിടെ അധികം സമയം കളയില്ല. നമുക്ക് എത്തിപ്പെടേണ്ട സ്ഥലം ഇതല്ല. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ മുകളിലേക്കാണ്, ആ ടണലിൻ്റെ അടുത്ത് എത്തണം. ഈ ടണലിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടണലാണ്. അതായത് 2 സൈഡിലും. ഇപ്പോൾ ഈ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടണലിൽ നിന്ന് ഇറങ്ങി അടുത്ത ടണലിലേക്ക് കയറുന്നത്. അത് പോകുന്നത് തന്നെ ഒരു ടണലിൽ നിന്ന് ഇറങ്ങി അടുത്ത ടണലിലേക്ക് കയറാമെന്ന്. ആ ഒരു എന്താ പറയുക, ഒരു ചെറിയ ഒരു ഹാഫ് കിലോമീറ്ററിൻ്റെ അടുത്താണ് ആ ഒരു ബ്രിഡ്ജ് പാലമുള്ളത്. ഒരു ടണലിൽ നിന്ന് ഇറങ്ങി മറ്റൊരു ടണലിലേക്ക് കയറുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ സാധനം. അപ്പോൾ അതിൽ ചെറിയൊരു പോർഷനാണത്. അപ്പോൾ നമുക്ക് എത്തേണ്ടത് ഈ ടണലിൻ്റെ മുകളിലേക്കാണ്. അതിന് നമുക്ക് ഒരുപാട് ഇനി നടക്കാനുണ്ട്. നമ്മൾ ഇത്രയും നേരം നടന്നതൊന്നും ഒരു നടത്തമല്ല. അപ്പോൾ ഇനിയും ഒരുപാട് നടക്കാനുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തു അതിലും. എന്നിട്ട് നമുക്കപ്പോൾ ഇവിടെ സ്ഥലത്തിനോട് വിട പറയുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ആ ഡാമിൻ്റെ അടിഭാഗത്തേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. വീണ്ടും ഒരു മല ഇറങ്ങിയ കംപ്ലീറ്റ് സ്റ്റെപ്പായിരുന്നു കേട്ടോ. ഒരു എന്താ പറയുക, ഒരു 80 ഡിഗ്രി നിൽക്കുന്ന നല്ല അതേപോലെ നിൽക്കുന്നൊരു ഇതാണ് ഡാമിൻ്റെ അടിഭാഗത്തുള്ള ഒരു സീൻ. ഒരു വലിയൊരു വാൽവാണ് കണ്ട, ഒരു ടണൽ പോലെ ഒരു 1.5 ആൾക്കെങ്കിലും മിനിമം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതിലാണ് നമുക്ക് വെള്ളം തുറന്നു വിടുന്ന സ്ഥലമാണ് കേട്ടത്. എന്തായാലും ഇവിടെയും നമുക്ക് അധികം നേരം സമയം ചിലവാക്കാൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വീണ്ടും ഇവിടുന്ന് നടത്തം ആരംഭിച്ചു. അങ്ങനെ പോകുന്ന വഴിക്കിതാ ഒരു രസകരമായൊരു കാഴ്ച. കുറച്ചൊരു ചെറിയൊരു ഗ്രൂപ്പ് വയസ്സായ ആളുകൾ, വയസ്സെന്ന് പറയാൻ പറ്റില്ല, ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്പർ മാത്രം. 60-70 വയസ്സായ ആളുകളാണത്. അപ്പോൾ അവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്ന, ഞാനൊക്കെ ഒരു ടയേർഡായിരുന്നു. ഇപ്പോൾ ഇവരെയൊക്കെ കണ്ടപ്പോൾ വീണ്ടും എവിടെ നിന്നോ ഒരു എനർജി, അതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിതേ വീണ്ടും നടക്കുകയാണ്. നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ അടിയിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ ഒരുപാട് വീഡിയോ ഒന്നും എടുത്ത് സമയം കളയാനില്ലാത്തത് കൊണ്ട് നമ്മളധികം വീഡിയോ ഒന്നും എടുത്തില്ല. ഒരു ടണലിൽ നിന്ന് മറ്റു ടണലിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആ ഒരു ബ്രിഡ്ജ് കണ്ടില്ലേ, ആ ഒരു പാലാണത്, മനസ്സിലായ? ഇവിടെ ഇത്രയൊക്കെ തന്നെ കാണാനുള്ളൂ. അപ്പോൾ ഇവിടുന്ന് വീണ്ടും നമ്മൾ ഒരുപാട് നടന്നു. നമ്മളിതേ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. എന്നാലും എന്തായിരിക്കും അവിടെ ആ ഒരു സ്നേഹം അതുപോലെ പണിത് വെച്ചിട്ടുണ്ടായിരുന്നത്, അതിപ്പോഴും ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടില്ല. എന്തായാലും അത് പോട്ടെ. എന്തായാലും നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സംഗതി വ്യൂ? സംഗതി ഇഷ്ടമായില്ല എന്ന്, കൊള്ളില്ല എന്ന് മാത്രം, എയിമില്ല എന്നൊന്നും പറയരുത് കേട്ടോ. കാരണം അസാധ്യ വ്യൂ ആണ്, ഒരു രക്ഷയില്ല. സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ, അതിന് വേറെ വാക്കൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ ഫ്രെയിമിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു മോശക്കേടല്ലേ എന്ന് വിചാരിച്ച് മാത്രം ഞാനൊരു വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തതാണ്. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, എന്നാലും കിടക്കട്ടെ. ഇവിടെ വരെ വന്നല്ലേ, നമ്മളൊരു ഓർമ്മയായിട്ട് അങ്ങനെ അവിടെ കിടക്കട്ടെ. അപ്പോൾ ഇതാണ്. എന്നാലും നമ്മളവിടെ നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സ് അവിടെയാണ്, ആ ഡാമിൽ. എന്നാലും അത് എന്തായിരിക്കും ഒരു സ്നേഹം മുതൽ പോലെ അല്ലേ, ആലോചിച്ചിട്ടൊരു എത്തിപ്പിടിയും കിട്ടില്ല. ഞാനപ്പോൾ അതാണ് അവിടെ നിന്ന് ചിന്തിക്കുന്നതെന്നേ. അപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞേ അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് നോക്കാം, എന്തായാലും അതിനെപ്പറ്റി ബേജാറാവണ്ടെന്ന്.
അപ്പോൾ എന്തായാലും അവിടെ ഒരു വെള്ളച്ചാട്ടം, ഒരു വാട്ടർഫോൾസ് ഉണ്ടല്ലേ, അതാണ് നമ്മളവിടെ നിന്നപ്പോൾ കണ്ടില്ലേ ഒരു വാട്ടർഫോൾസ്, ആ സംഗതിയാണ് കേട്ടോ അത്. അതിലാണ് നമ്മൾ ചുറ്റി തിരിഞ്ഞ് നമ്മൾ വന്നത്. നമ്മൾ നിന്ന സ്ഥലമാണ് ഈ വാട്ടർഫോൾസിൻ്റെ മുകളിലാണ് നമ്മൾ നിന്ന സ്ഥലം. ഒരാൾ ഹൈക്കിങ് ചെയ്യുന്നത് കണ്ട, ഒരു തൂങ്ങി അവിടെ ഞാൻ ഇറങ്ങുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഒന്നും കൂടിയും കാണിച്ചു കേട്ടോ, സൂം ചെയ്തിട്ട്. ഒരു ചേട്ടൻ ഇറങ്ങണണ്ട, ഒരു യെല്ലോ ഷർട്ട് ഇട്ടിട്ട്, ഷർട്ടല്ല കോട്ടിട്ടിട്ട് കണ്ട. ഇതിനൊക്കെയാണ് ഹൈക്കിംഗ് എന്ന് പറയുന്നത്. അല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ഇത് നടക്കുമ്പോഴേക്കും തുടങ്ങും ആൾക്കാർ ചീത്ത പറയാൻ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ളത് കാണാൻ, പിന്നെ എപ്പോഴേലൊക്കെ കാണാം. അപ്പം എന്നാൽ ശരി. എന്നാൽ ആ സ്നേഹം മുതൽ പോലെ പണിത് വെച്ച് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായില്ല.